നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2021 ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇംഗ്ലീഷ് സൂപ്പർ താരമായ ജേഡൺ സാൻചോയെ സ്വന്തമാക്കിയത്. ജർമ്മൻ ക്ലബ്ബായ ബൊറൂസിയയിൽ നിന്നും ഏകദേശം $90 മില്യൺ ചിലവഴിച്ചുകൊണ്ടായിരുന്നു സാൻചോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തിയത്. എന്നാൽ പ്രതീക്ഷിച്ച രൂപത്തിൽ തിളങ്ങാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യുണൈറ്റഡിൽ ആകെ 82 മത്സരങ്ങൾ കളിച്ച അദ്ദേഹം 12 ഗോളുകൾ മാത്രമാണ് നേടിയിട്ടുള്ളത്. ഇപ്പോഴിതാ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് വിട പറഞ്ഞു കഴിഞ്ഞു. തൻ്റെ മുൻ ക്ലബ്ബായ ബൊറൂസിയയിലേക്ക് തന്നെയാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. പക്ഷേ ലോൺ അടിസ്ഥാനത്തിലാണ് ഈ സീസൺ അവസാനിക്കുന്നത് വരെയുള്ള ഒരു ലോൺ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ജർമ്മനിയിലേക്ക് തന്നെ മടങ്ങുന്നത്. മാത്രമല്ല അദ്ദേഹത്തെ വാങ്ങാനുള്ള, സ്ഥിരമായി നിലനിർത്താനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ ബൊറൂസിയക്ക് ലഭ്യമല്ല. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ ഏത് സമയവും സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ സാൻചോയുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒന്ന് എറിക് ടെൻ ഹാഗിൻ്റെ ഒരു പിടിപ്പുകേട് തന്നെയാണ്. കാരണം ആഴ്സണലിനെതിരെയുള്ള മത്സരത്തിനുള്ള സ്ക്വാഡിൽ നിന്നും അദ്ദേഹത്തെ ടെൻ ഹാഗ് ഒഴിവാക്കിയിരുന്നു. അതിൻ്റെ കാരണമായിക്കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകൻ പറഞ്ഞിരുന്നത് പരിശീലനത്തിൽ മികച്ച പ്രകടനം നടത്താൻ സാൻചോയ്ക്ക് കഴിഞ്ഞില്ല എന്നായിരുന്നു. പക്ഷേ അതിനെതിരെ ഇൻസ്റ്റഗ്രാമിലൂടെ ആഞ്ഞടിച്ചുകൊണ്ട് സാൻചോ രംഗത്ത് വരികയായിരുന്നു. അതായത് തന്നെ ടെൻ ഹാഗ് ബലിയാടാക്കുന്നു എന്നായിരുന്നു പരസ്യമായിക്കൊണ്ട് സാൻചോ ആരോപിച്ചിരുന്നത്. ആ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വിവാദമായതോടുകൂടി സാൻചോ പിൻവലിച്ചിരുന്നു. പക്ഷേ ഇതോടുകൂടി ടെൻ ഹാഗ് അദ്ദേഹത്തെ ക്ലബിൽ നിന്നും പുറത്താക്കി. അതായത് പരസ്യമായി മാപ്പ് പറയാതെ ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ടീമിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു എറിക് ടെൻ ഹാഗ്. ടീമിലേക്ക് അഥവാ സ്ക്വാഡിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു ടെൻ ഹാഗ് എടുത്തിരുന്നത്. പക്ഷേ പരസ്യമായി മാപ്പ് പറയാൻ സാൻചോ തയ്യാറായിരുന്നില്ല. അങ്ങനെ സാഹചര്യങ്ങൾ വഷളായി മികച്ച ഒരു ടാലൻറ്റിനെ ടെൻ ഹാഗിൻ്റെ പിടിപ്പുകേട് കൊണ്ട് ഉപയോഗപ്പെടുത്താൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഇതുവരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി സാൻചോ കളിച്ചിട്ടില്ല. ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ കേവലം 3 മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം മടങ്ങുകയാണ് തൻ്റെ മുൻ ക്ലബിലേക്ക്. ഇത്രയും വലിയ തുക നൽകിക്കൊണ്ട് വലിയ പ്രതീക്ഷകളോടുകൂടി എത്തിച്ച ഒരു താരം ഒന്നിനും ഉപകാരപ്പെടാതെ ഇപ്പോൾ തൻ്റെ മുൻ ക്ലബിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കൊണ്ട് കാണാം.